അത് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. അവനോ വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അവനെ കുറിച്ച് നോളജ് ഇല്ലാത്തത് പറഞ്ഞാണ്. ഇത് പ്രെഡിക്റ്റബിൾ അല്ല. ഇത് പ്രെഡിക്റ്റബിൾ അല്ല. ഇത് ബിൽഡ് ചെയ്ത് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രശ്നം എന്താ പ്രശ്നം? ബെല്ലാരിക്ക് ബിഫോർ ആയിട്ട് സോൺ അറിയാമോ? നിങ്ങളുടെ എന്തോ നിങ്ങളുടെ കേക്കാൻ വയ്യ വോയിസ് കേൾക്കുന്നില്ല. പ്രശ്നമുള്ള വ്യക്തി ഒന്ന് വീട്ടിലേക്ക് വരണം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ബ്രേക്ക് ആവണം. കേക്കാവോ? ഇപ്പൊ കേക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞു കൊടുത്തായിരുന്നു എല്ലാവർക്കും ഫോൺ അവിടെ വരുമെന്ന്. ആർക്കാ പ്രശ്നം? നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഉറക്കം തന്നെ നിർത്താൻ പറ്റുമോ? ഉറക്കം നടക്കുക നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. ഇന്നലെ കോമ്പസും പെൻസിലും കൊണ്ട് ഞാൻ ബെല്ലാരിയുടെ വീട്ടിൽ പോയിരുന്നു. എല്ലാം വരച്ച് കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് 50 മിനിറ്റ് ഇട്ടേക്കണ ഡൈനു ഇട്ടിട്ടായിരുന്നല്ലോ. എത്ര അതിന് 60 മിനിറ്റ് ഇട്ട് 60 ഇട്ട് അറിയാതെ. നിങ്ങളുടെ നെറ്റ് എന്തോ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ബ്രാവോ ഡിസ്കോഡ് ഫുള്ളി ക്ലോസ് ചെയ്തിട്ട് ടാസ്ക് ഫോറിൽ എടുത്ത് കളഞ്ഞിട്ട് CID ഇവിടുന്ന് അനങ്ങാൻ സമ്മതിക്കുന്നില്ല. അതായത് ഇവിടുന്ന് നോക്കി അടിക്കും, ഇവിടുന്ന് ടീം അടിക്കും, ഇവിടുന്ന് അടുത്ത ടീം. ആക്ച്വലി ഒരു ഏരിയയിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും അതിലെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നോക്കിയാണ് ഹൈലൈറ്റ്. നോക്കിയ അനങ്ങാൻ സമ്മതിക്കുന്നില്ല ഇവിടുന്ന്. ആ ഒരു പ്രഷർ നന്നായിട്ട് നോക്കി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത് നേരത്തെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സോൺ അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിൽ മാത്രമേ CIDക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു ട്രയാങ്കിൾ ആംഗിളിന്റെ അല്ല ഇവിടെ ഓക്കെ ബെല്ലാരി അത് മനസ്സിലാക്കിക്കൊണ്ട് ഓൺ ദി സ്പോട്ടിൽ താഴോട്ട് ഇറങ്ങുന്നു മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ CID ഒരു മണ്ടത്തരം കാണിച്ച് CID ഒരു പ്ലെയർ എങ്കിലും ഇവിടെ നിൽക്കണ്ടായിരുന്നു. ആക്ച്വലി ബെല്ലാരി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഏരിയയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആക്ച്വലി സോൺ അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതിന്റെ ഒരു ലൈവ് എക്സാമ്പിളും കൂടെയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് റിസൾട്ടിൽ ബാധിക്കും. റിസൾട്ടിൽ ബാധിക്കും അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബെല്ലാരി ഒരു ഓഫ് സോണിൽ നിന്ന് ഓൺ സോണിലോട്ട് നേരത്തെ ഷിഫ്റ്റ്. ഇല്ല ബെല്ലാരിയിലോട്ട് ഒരു കൂട്ട ആൾക്കാർ ഇവിടെ വന്ന് നോക്കിയുടെ കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ഹോൾഡ് ചെയ്ത് വെച്ച ഭാഗത്തേക്ക് ബെല്ലാരി റഷ് ചെയ്ത് കയറുന്നത്. അത് ആക്ച്വലി നോക്കിയ വെച്ച് നേരത്തെ ഒരു ഏരിയ സെക്യൂർ ചെയ്ത് അടെ ഫോണോട്ട് അനൗൺസ്മെന്റ് ഉണ്ട്. അത് കാരണം വെച്ചാൽ FRP ആണത്. ഫോണോട്ട് അനൗൺസ്മെന്റ് ഇട്ട് പിന്നെ അവന്മാരോട് അവരത് ശ്രദ്ധിക്കാത്തായിരിക്കും. മേ ബി എന്തിനാണ് നമ്മൾ അതിൽ ഫയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തതാണ്. അതൊരു FRP ആണ്. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. നാളെ ഒരു ഗ്യാങ് അടിക്കും പറയും നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞ CID എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് പ്രഷർ. രണ്ട് സൈഡിൽ നിന്ന് പ്രഷർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ വെച്ച് ആ ഒരു ആംഗിൾ നേരത്തെ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് ബെല്ലാരി റഷ് ചെയ്യാണ് ചെയ്തത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിംഗ് ഒരു കർവ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കളി തീർന്നേനെ അല്ലേ? അവിടെ അതിന്റെ ഒരു കർവ്നെസ് കാരണമാണ് ഒരു കവറിങ്ങിന്റെ ഒരു ലാസ്റ്റ് ഇട്ടോണേ 24 ആയി. ലാസ്റ്റ് ഇട്ടോണേ സമയം ഇട്ടോണേ ഇല്ല ബ്രാവോ
നമ്മള് ബെല്ലാരിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് ലാസ്റ്റ് സോണ് CID കിട്ടി കേട്ടാ. പക്ഷെ അതിന്റെ പ്രശ്നം അവർക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. 2 മിനിറ്റ് ഫോൺ കൈ കയറാൻ വേണ്ടി 2 മിനിറ്റ് ഉള്ളതാക്കി. 2 മിനിറ്റ് കൂടെ ഉള്ളു. 2 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഇറങ്ങി അടിച്ചോണെന്ന് കണ്ണും കുട്ടികൾ. അല്ല ബെല്ലാരിക്ക് സോണുണ്ട് നോക്ക്. ബെല്ലാരിക്ക് അല്ല ഇപ്പൊ ഗുണമുണ്ട് എന്താ അറിയോ മറ്റേ 3 പേര് സോണോട്ടല്ലേ സോണോട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ അറിഞ്ഞില്ലേ സോൺ അറിയുന്നു. ഓക്കെ ഇനി ഇവിടുന്ന് കയറി. ഓ ഇല്ല ഇവിടുന്ന് കയറി ഇവിടുന്ന് അടിക്കും. പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടാ ടിവിക്ക് കളിയപ്പോഴേ അടുത്ത് ഇതാരെ കത്തല്ലോ TRB 29. എടാ താഴോട്ട് പോയില്ല ആടെ കുണ്ടി അവന്മാര് പൊളിക്കും. ബ്രാവോ എനിക്ക് കണ്ടിട്ടില്ല പറയേ. എവിടായിരുന്നു താൻ എവിടായിരുന്നു? ഞാനിപ്പോ എത്തിയത്. ബെല്ലാരി ആക്കി തന്നെ അടിച്ചു വന്നാ. ബെല്ലാരി സ്വന്തമായിട്ട് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ID12 പോയിട്ടുണ്ട്. ബെല്ലാരി ഓൺ പിക്ക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ബെല്ലാരിയുടെ സ്വയം واضح ان فريق انفنسي അല്ല ഇനിയിപ്പോ കാര്യമില്ല. ഇനിയിപ്പോ ഇൻഫ്ലുവൻസ് ചേഞ്ച് ആവത്തില്ല. അതവിടെ വീണ് ID 8 ഞാൻ അടിച്ചോളാം. അല്ല അവിടെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് പാർക്കോർ ഇട്ട് കൊടുത്താലോ എന്താ പറയുന്നത്? എന്തോന്ന് അർസറി പാർക്കോർ കൊടുത്താലോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞു. പാർക്കോർ കൊടുത്താലോ ഒന്ന് സെർസറിൽ. ഇന്നലെ അടുത്ത വീക്കോട്ടെ. അടുത്ത വീക്കോട്ട് പാർക്കോർ ഇട്ട് കൊടുക്കാം. കാരണം ഇവർക്ക് ചെറിയ ബിൽഡിങ് കയറാൻ ഒരു ഇതുണ്ട്. പാർക്കോർ ഇട്ട് കൊടുത്താൽ ശരി. ഇനി എന്തോരം പല്ലികളെ കാണുന്നു. 8 മിനിറ്റ് വേണം. 0 ഇൻഫ്ലുവൻസ് അപ്പുറത്തെ 100 നിന്ന് ഇപ്പുറത്തെ 100 തന്നെ 8 മിനിറ്റ് വേണം. 8 മിനിറ്റ്. ഇനിയിപ്പം CID ഓൾ ഡൗൺ ആക്കിയാൽ പോലും CID കിട്ടില്ല. ഇല്ല ഓൾ ഡൗൺ ആക്കി കയറത്തില്ലല്ലോ. എന്നാലും 8 ഇൻഫ്ലുവൻസ് കയറണ്ടേ. പട്ടാന്ന് കയറണ്ടേ. കിടന്ന് കയറത്തില്ലല്ലോ. ഹോൾഡ് ഡൗൺ ആക്കി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആവശ്യമില്ല. ഇൻഫ്ലുവൻസ് കരസ്ഥാക്കിയിരിക്കണം. ചോദിച്ചേ ഓൾഡ് ഓൺ ആക്കിയ ഇൻഫ്ലുവൻസിന്റെ ആവശ്യമില്ല. ഇല്ല ഹോൾഡ് ഡൗൺ ആക്കി ഇൻഫ്ലുവൻസ് ഓൾറെഡി കിട്ടിയില്ല. ഹോൾഡ് ഡൗൺ ആക്കിയ കളിയേന്. പക്ഷെ നമ്മള് ഇത് ചെയ്ത് വെച്ചേക്കുന്ന ഓൺലൈൻ ആക്കിയ ഇൻഫ്ലുവൻസ് 8 മിനിറ്റ് എടുക്കും. ഇൻഫ്ലുവൻസ് കാണിച്ചാൽ ഇഷ്യൂ ഇല്ല. അപ്പുറത്തെ ടീം ഓൾഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ തീർന്നില്ല. കളി ജീവിച്ചിരിപ്പില്ലല്ലോ. ഒന്നും ചെയ്യാനില്ല. അപ്പോഴേ കളി കിട്ടാത്തുള്ളൂ. ഇല്ലെങ്കിൽ കളി പോയെന്ന് പറഞ്ഞാൽ അവർ പിന്നെ കളിക്കത്തില്ല. ഇനി കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് നിർത്തി ബിൽഡിങ് പോകും. ബെല്ലാരി ഡാർക്കും ലോക്കി താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊന്നും താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു റൊട്ടേഷൻ അല്ല ഇല്ല മനസ്സിലായി. അത് നടക്കൂലെന്നുള്ളത്. ഐ തിങ്ക് ബെല്ലാരി ഇല്ല ഹോൾഡ് ചെയ്യാൻ തന്നെയാണ്. അതിന് ടൈം നോക്കണേ. ലാസ്റ്റ് ഇട്ടോളൂ. 4 മിനിറ്റ് ഇടാൻ റെഡി ആയിക്കോ കേട്ടോ. എന്റെ കണ്ണിന് കളിക്കേറ്റി തോന്നിട്ട്. നിന്റെ കുണ്ടി പൊളിയോ അങ്ങോട്ട് പോകണ്ടത്. ഏതാടി ആറടി അപ്പുറത്തും ഒരു ബുള്ളറ്റ് റേസ് ഞാൻ കാണുന്നല്ലോ. കുഴപ്പമാണോ ഇവര് തമ്മിലടിക്കുന്ന ഒരു ഫീലിംഗ്. അത് നമ്മുടെ വ്യൂ ഒക്കെ
രക്ഷപ്പെട്ടു. ജസ്റ്റ് ഓ ദാമു 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 ദാമു. ഓ ആർമർ ഇല്ല, പോയിട്ടില്ല. ആഞ്ഞ അടിയാണല്ലോ. ഇവരെന്തിനാ മൂലയ്ക്ക് പോയി നിൽക്കണേ? അവർ പ്ലാനിങ്ങിലാന്ന് തോന്നുന്നു. അവർ റൊട്ടേറ്റ് ചെയ്ത് വേറെ സൈഡിൽ കൂടെ. ഓ ഓക്കെ ഓക്കെ. കടുവ അതേണ്ട ഇതിലെ കൂടെ റൊട്ടേഷൻ ശ്രമിക്കുന്നു. കടുവയ്ക്കടി റൊട്ടേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു ആൾക്കാർ. ഓ കടുവ 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 കടുവ. ഓ കടുവ കടുവേനെ സാക്കെടുത്തിരിക്കുന്നു. അല്ല സാക്കലല്ല, സാക്കല്ലേ പിന്നെ സാക്കാണ് സിവിക്ക. ഉറക്കി നീ ഏത് ബോൾ ഏത് ബോളം ബോർഡ്. ഡൈന 21 കേട്ടോ. GR 21. ലാസ്റ്റ് 3 മിനിറ്റ്. ലാസ്റ്റ് ഒരു പുഷ്. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബെല്ലാരി പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന്. ഓക്കെ ബെല്ലാരി ഒരു സൈഡിൽ കൂടെ പുഷ് ചെയ്ത് കയറുന്നു. ഇവിടുന്ന് പ്രൊഫസർ. ഓക്കെ പ്രൊഫസർ ഡൗൺ. ഓക്കെ പ്രിൻസസ് ഡൗൺ. ഇവിടെ സോൺ ഔട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. സോൺ ഔട്ടിൽ നിന്ന് ഫൈറ്റ് എടുക്കുന്ന ശിവ, ശിവ, ദാമോദർ സിംഗ്. ഇനിയിപ്പോ കാര്യമില്ല. ഇത് കിട്ടത്തില്ല. സോൺ ഔട്ട് ഫൈറ്റ് എടുത്തത് ഇത് കിട്ടത്തില്ല. എന്തായാലും കിട്ടിയാലും കൊടുക്കാൻ പറ്റില്ല, കാരണം സോൺ ഔട്ട് ഫയറിംഗ് പ്ലെയർ എടുത്ത്. അതുകൊണ്ടല്ലേ കിട്ടത്തില്ല എന്ന് പറഞ്ഞത്. ഇല്ലില്ല. അല്ല ഞാൻ പറയായിരുന്നു, നമ്മൾ ഈ സോൺ ഔട്ട് ഫയർ ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് ഇടുന്നുണ്ട്. എങ്ങനെ സോൺ ഔട്ട് ഫയർ ചെയ്യല്ലേ? ഞാൻ പറഞ്ഞു അത് ഫയർ ചെയ്യുന്ന FRP അല്ല, അപ്പോൾ അനൗൺസ്മെന്റ് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം പിന്നെ നാളെ ഒരാൾക്ക് ഇട്ട് കൊടുത്തില്ല, അത് പിന്നെ പ്രശ്നമാണ്. ഇല്ല ബ്രോ, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഹീരോസ് ഇതൊരു ടർഫ് FRP ആയിട്ട് കൊണ്ടൊന്നും ബാൻ അടിക്കേണ്ട കാര്യമല്ലോ. ബാൻ അടിക്കുന്നില്ലല്ലോ. ടർഫ് FRP ബാൻ അല്ല ബ്രോ, ബാനിന്റെ കാര്യമല്ല. ടർഫ് FRP എന്ന് പറയുമ്പോൾ ആ ഒരു FRP ഇപ്പൊ ഒരു പ്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടർഫ് അന്നേരം തന്നെ ആ ഗാങ്ങിന്റെ കൈവന്ന് പോയി. മനസ്സിലായോ? അത് സീരിയസ് ഒഫൻസ് ആണ്. കഴിഞ്ഞു. ബെല്ലാരി ഓൾ ഡൗൺ ഇല്ല, ഓൾ ഡൗൺ അല്ല. CIDയുടെ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ഒരാളുണ്ട്, ബാബ് വില്യംസ് ഇപ്പോഴും ഉണ്ട്. ടൈം കഴിഞ്ഞു. 1 മിനിറ്റ് കൂടെ ഉള്ളു. 1 മിനിറ്റ് 16 സെക്കൻഡ്. ഓൾ ഡൗൺ ബാബ്സോടെ ബാബ്സ് 25. എടാ ആടെ 25. ലാസ്റ്റ് 1 മിനിറ്റ് 25. നമ്പർ 25 അടിക്കാനല്ല, ചത്തല്ല. നമ്പർ 25 ആള് CIDന്റെ ആള്. ഒരു പിക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. ഒരു പിക്ക് കിട്ടുമോ? ഇല്ല. ആളെ കണ്ടുകഴിഞ്ഞു. ആള് കുടുങ്ങിയിരിക്കണം അവിടെ. ആളെ കുടുങ്ങി. ആള് ബാക്കിലേക്ക് ഓടി. ഇനിയിപ്പോ അവന് കടിയിട്ടില്ല. അവൻ കിട്ടില്ല. ഓക്കെ ബാബ്സും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ടർഫിന്റെ Cyprus has been successfully defended by Bellary.